ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹംഗറിയുടെ തലസ്ഥാനമായ ബുദാപെസ്റ്റിലാണ്. ഹിസ്റ്ററിയും മോഡേണിറ്റിയും തികഞ്ഞ യോജിപ്പിൽ നിലനിൽക്കുന്ന ഒരു നഗരമാണ് ഹംഗറിയുടെ ആകർഷകമായ തലസ്ഥാനമായ ബുദാപെസ്റ്റ്. ഗാംഭീര്യമുള്ള ദാന്യൂബ് നദിക്ക് കുറുകെ ഇത് രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു, ബുദ ആൻഡ് പെസ്റ്റ്. ഓരോ വശത്തും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് കേട്ടോ. ബുദ എന്ന് പറയുന്ന സൈഡാണ് നമ്മുടെ ഹില്ലി ഏരിയ എന്ന് പറയുന്നത്. അവിടെ പോയാൽ നമുക്ക് കാസ്റ്റിൽ ഹിൽ, റോയൽ പാലസ്, തെർമൽ ബാത്ത്സ് എല്ലാം കാണാൻ പറ്റും. അടുത്തതാണ് പെസ്റ്റ്. ഇതാണ് ഫ്ലാറ്റ് സൈഡ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പാർലമെൻറ്റ് ബിൽഡിംഗ്, ചെയിൻ ബ്രിഡ്ജ്, ജൂയിഷ് ക്വാർട്ടർ എല്ലാം കാണാൻ പറ്റും. Bombay restaurant in Budapest. Okay. This is different. Okay, sound good. Delhi is 2.2 किलोमीटर और उससे पहले तो रेस्टोरेंट ही नहीं मिलता बुदापेस्ट की मेन सिटी में ही Nice spot. ഇതാട്ടോ ബുദാപെസ്റ്റിലുള്ള ഹോട്ടൽ ബെറൂൺ. ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓപ്പൺ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഹോട്ടൽ ബെറൂണിൽ കയറി നമുക്ക് ബുദാപെസ്റ്റ് ഫുള്ളി ഏരിയൽ വ്യൂവിൽ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. जब पूरा बिजी जाता हो अच्छा लगता ഈ കാണുന്നതാണ് സെക്കനി തെർമൽ ബാത്ത്. ഇത് ഭയങ്കര ഫേമസ് ആണ് ഇവിടെ ബുദാപെസ്റ്റിൽ. അതുപോലെ തന്നെ യൂറോപ്പിലെ ലാർജസ്റ്റ് മെഡിക്കൽ ബാത്ത് ആണ് ഈ കാണുന്ന സെക്കനി മെഡിക്കൽ ബാത്ത് അല്ലെങ്കിൽ സെക്കനി തെർമൽ ബാത്ത് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ 21 പൂൾ, സൗനാസ്, അക്വാ ഫിറ്റ്നസ്, എയറോബിക്സ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് സത്യം പറഞ്ഞാൽ സിറ്റി പാർക്കിനകത്ത് തന്നെ ഉള്ള ഒരു സ്ഥലമാട്ടോ. അപ്പോൾ നമ്മൾ സിറ്റി പാർക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ തെർമൽ ബാത്ത് വിസിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് സ്പാ എൻട്രൻസിലാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ബാത്ത് എൻട്രൻസ് എന്ന് പറയുന്നത്.
കാണുന്നതാണ് ഹംഗേറിയൻ പാർലമെൻറ്റ് ബിൽഡിംഗ്. ഇത് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ 3rd ലാർജസ്റ്റ് അസംബ്ലി ബിൽഡിംഗ് എന്ന് പറയുന്നതും ഈ കാണുന്ന ഹംഗേറിയൻ പാർലമെൻറ്റ് ബിൽഡിംഗ് ആണ്. ഫസ്റ്റ് റൊമേനിയൻ പാർലമെൻറ്റ് ബിൽഡിങ്ങും അതുപോലെ തന്നെ സെക്കൻഡ് നാഷണൽ കോൺഗ്രസ് ഓഫ് അർജൻറ്റീനയുമാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നത് 1885 മുതൽ 1904 വരെയാണ്. ഇത് പണിയാൻ 40 മില്യൺ ബ്രിക്സും 40 കിലോഗ്രാംസ് ഓഫ് 22 ക്യാരറ്റ് ഗോൾഡും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പാർലമെൻറ്റ് ബിൽഡിങ്ങിന് 691 റൂംസ് ഉണ്ട്. അതുപോലെ തന്നെ 2 മാസീവ് പാർലമെൻറ്റ് ഹോൾസും 29 സ്റ്റെയർ കേസസും അതുപോലെ 10 കോർട്ട്യാർഡ്സും ഉണ്ട്. ഈ പാർലമെൻറ്റിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 12,000 ഹംഗേറിയൻ ഫോറിനാണ് ചാർജ് ചെയ്യുന്നത്. യൂറോപ്യൻ നാഷണൽ അല്ലെങ്കിൽ യൂറോപ്യൻ നാഷണൽസിന് ഏകദേശം 6,000 ഹംഗേറിയൻ ഫോറിൻ്റെ ചാർജ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഒന്ന് എൻട്രി ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം 2,811 രൂപയാട്ടോ വേണ്ടി വരിക. ഈ കാണുന്നതാണ് ഗ്യൂല ലാൻഡ്രസിയുടെ സ്റ്റാച്ചു. അദ്ദേഹം ഹംഗറിയുടെ ഒരു ഫേമസ് സ്റ്റേറ്റ്മാൻ ആൻഡ് ഡിപ്ലോമറ്റ് ആയിരുന്നു. ഈ സ്റ്റാച്ചു ആക്ച്വലി ഹംഗേറിയൻ പാർലമെൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അദ്ദേഹം എന്തോരം ഹംഗറിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ് നമുക്ക് ഈ സ്റ്റാച്ചുവിലൂടെ കാണാൻ പറ്റുന്നത്. ഇദ്ദേഹം 1823 മുതൽ 1890 വരെ ഹംഗറിയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഈ കാണുന്നതാണ് ബുദാപെസ്റ്റിലെ ചെയിൻ ബ്രിഡ്ജ്. ഇതാണ് ആക്ച്വലി ബുദാനെയും പെസ്റ്റിനെയും ബന്ധിപ്പിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നതാണ് ബുദ എന്ന് പറയുന്ന സ്ഥലം, അതായത് ഹില്ലി ഏരിയ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പെസ്റ്റ് സൈഡിലാണ്. ഇതാണ് ഫ്ലാറ്റ് ഏരിയ എന്ന് പറയുന്നത്. ബുദയ്ക്കും പെസ്റ്റിനും കുറുകെ ഒഴുകുന്ന നദിയാണ് ദനൂബെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ദനൂബയിലുള്ള ഫസ്റ്റ് പെർമനൻറ്റ് ബ്രിഡ്ജും ഈ ചെയിൻ ബ്രിഡ്ജാണ്. ഇത് ഓപ്പൺ ചെയ്തത് 1849-ലാണ്.
डिसाइड करते होंगे। അപ്പോൾ നമ്മൾ ആക്ച്വലി ചെയിൻ ബ്രിഡ്ജിൽ കൂടെ നമ്മൾ ബൂദാ സൈഡിലെത്തി. ഇത്രയും നേരം നമ്മൾ പെസ് സൈഡിലായിട്ട് നിന്ന് നമ്മൾ ബൂദാ സൈഡിലെത്തി. ഇനിയിപ്പോൾ നമുക്ക് ആക്ച്വലി എന്താ പറയുക, ബൂദാ കാസിലൊക്കെ കാണണമെങ്കിൽ നമുക്ക് മേളിലാണ്, ഹിൽ ഏരിയയിലാണ്. അപ്പോൾ അവിടെ വരെ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫുണിക്കുലാർ എടുക്കണം. പിന്നെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തു. അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ഈ ഫുണിക്കുലാറിൽ ടിക്കറ്റ് എടുക്കുന്നതിന് നമുക്ക് 5000 ഹംഗേറിയൻ ഫോറിയൻ്റാണ് നമുക്കായത്. ഈ ഫുണിക്കുലാറാണ് ദാനൂബെ റിവർ ബാങ്കിനെയും അതുപോലെ ബുദാകാസ്റ്റിനെയും ബന്ധിപ്പിക്കുന്നത്. ഈ ഫുണിക്കുലാറ് 1870 ഓപ്പൺ ചെയ്തത്. ഇതൊരു 95 മീറ്റേഴ്സ് ലോങ് ട്രാക്കാട്ടോ. ഈ ഫുണിക്കുലാറ് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സിറ്റിയുടെ നല്ലൊരു നൈസ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. നമ്മളിങ്ങനെ ഹൈറ്റിലേക്ക് പോകും തോറും നമ്മുടെ സിറ്റി വ്യൂ നല്ല നീറ്റായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ചെയിൻ ബ്രിഡ്ജ് നല്ല നീറ്റായിട്ട് കാണാൻ പറ്റും. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു ഇതിനകത്ത് ട്രാവൽ ചെയ്യുന്ന സമയം മൊത്തം. ഈ ഫുണിക്കുലാറെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് 1987 മുതൽ. നമ്മളീ കാണുന്നതാണ് ദി ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ബുദാകാസ്റ്റ്. ഇത് നമുക്ക് ബുദ ഡിസ്ട്രിക്റ്റിലാണ് കാണാൻ പറ്റുന്നത്. ഒറിജിനലി ഇതൊരു റോമനീസ് സ്റ്റൈലിൽ 1015 ബിൽഡ് ചെയ്തതാണ്. ഇപ്പം നമ്മളീ കാണുന്ന ചർച്ച് ഗോത്തിക് സ്റ്റൈലിൽ സെക്കൻഡ് ഹാഫ് ഓഫ് ദി 14th സെഞ്ച്വറിയിൽ ബിൽഡ് ചെയ്തതാണ്. അതിനുശേഷം കുറച്ച് റീസ്റ്റോറേഷൻ വർക്കൊക്കെ 19th സെഞ്ച്വറിയിൽ നടത്തി. ഈ ചർച്ച് തന്നെയാണ് മരിയൻ മിറക്കിൾ ഓഫ് ബുദ്ധയുടെ ലൊക്കേഷനും. 1686 ഹോളി ലീഗിൻ്റെ ബുദ്ധ നഗരം ഉപരോധിച്ചപ്പോൾ പള്ളിയുടെ ഒരു മതിൽ നഗരത്തിൻ്റെ ഓട്ടോമൻ അധിനിവേശക്കാർ ഒരു പള്ളിയായി ഉപയോഗിച്ചു. പീരങ്കി തീയിൽ തകർന്നു വീഴുകയും ചെയ്തു. ഒരു പഴയ മഡോണ പ്രതിമ മതിലിന് പിന്നിൽ മറിഞ്ഞിരിക്കുന്നതായി കണ്ടെത്തി. കന്യാമറിയത്തിൻ്റെ ശില്പം പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മുസ്ലിം പട്ടാളത്തിൻ്റെ മനോവീര്യം തകരുകയും നഗരം അതേ ദിവസം തന്നെ വീഴുകയും ചെയ്തു. ഈ ചർച്ചിലേക്കുള്ള എൻട്രൻസ് ഫ്രീ ഒന്നുമല്ല കേട്ടോ. ഈ ചർച്ച് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അഡൽട്സിന് 2900 ഹംഗേറിയൻ ഫോറിയൻ്റ് ആണ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ടവറും കൂടെ എൻ്റർ ചെയ്യണമെങ്കിൽ അതിന് സെപ്പറേറ്റ് നമ്മൾ വീണ്ടും കാശ് കൊടുക്കേണ്ടതുണ്ട്. ടവറും കൂടെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് 3400 ഹംഗേറിയൻ ഫോറിയൻ്റ് ആണ്.
ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം കണ്ടത്. ഇവിടെ ഒരു പയ്യൻ ആക്ച്വലി നമ്മുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പഴയകാല ക്യാമറയൊക്കെ പോലെ ഇരിക്കും. പക്ഷേ ശരിക്കും പഴയകാല ക്യാമറയാണോന്ന് അറിയില്ല. ശരിക്കും പഴയകാല ക്യാമറയുടെ ചിലപ്പോൾ ഒരു കവറായിരിക്കാം, അകത്തൊരു പക്ഷേ ഡിജിറ്റൽ ക്യാമറ ആയിരിക്കാം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യൻ എല്ലാവരുടെയും ഫോട്ടോ എടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സെപ്പറേറ്റ് ഫീസ് ഒന്നുമില്ല. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാശ് ഡൊണേറ്റ് ചെയ്യാം. ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ എടുത്ത ഫോട്ടോ ഇതുപോലെ പത്രത്തിൽ പ്രിൻ്റ് അടിച്ച് തരും. അത് സത്യം പറഞ്ഞ ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ സ്വിറ്റ്സർലൻഡിലും ഇത് കണ്ടിട്ടുണ്ട്. ഇത് വാട്ടർ സ്പ്രേ ചെയ്യുന്ന കേട്ടോ. ഇവിടെ സമ്മറും ചൂടും ആയതുകൊണ്ട് അവർ ചില ഭാഗങ്ങളിൽ ഇതുപോലെ വാട്ടർ സ്പ്രേ ചെയ്യുന്നുണ്ട് കുറച്ച് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. Wow. അങ്ങനെ നമ്മൾ ബുധ സൈഡിൽ ഹിൽ ഏരിയ എല്ലാം കണ്ടിട്ട് നമ്മൾ വീണ്ടും ഫൂണിക്കുലാരിൽ നമ്മൾ താഴത്തേക്ക് പോകട്ടോ. നമ്മുടെ അക്കോമഡേഷൻ പെസ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ട് റിട്ടേൺ പോവുകയാണ്. അപ്പോൾ നമ്മൾ അക്കോമഡേഷനിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ജയൻറ്റ് വീൽ കണ്ടു കേട്ടോ. നല്ല നൈസായിരുന്നു ജയൻറ്റ് വീൽ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ടോപ്പ് ആംഗിളിൽ നിന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബുദാപെസ്റ്റ് ഫുള്ളായി കണ്ടാലോ എന്ന് വിചാരിച്ചു. ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് 4300 ഹംഗേറിയൻ ഫോറിൻ്റെ ആട്ടോ. എന്താണല്ലോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ട്രെയിനകത്ത്, പക്ഷേ നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. दिख रहा है पूरा निक्का निक्का। अभी तो सेक्टर में अब गया था।
Okay, it's coming down. Okay, wonderful.